ഇത് നമ്മുടെ ഇന്ത്യൻ എംബസിയിലെ ചൈനീസ് സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള യു ജിങ് ആണ്. യു ജിങ്ങിന്റെ ട്വിറ്ററിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നലെ നൽകിയിട്ടുള്ള ഒരു ട്വീറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ട്വീറ്റ് എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയും അതുപോലെ തന്നെ നാട്യശാസ്ത്രവും യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ പ്രഖ്യാപനത്തെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഇതിലെ ജ്ഞാനം ചൈനക്കാരുടെ തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതായത് ജനറേഷൻസിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഈ ഇന്ത്യൻ ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ജ്ഞാനം എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അതായത് ചൈന സ്വയം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ഇന്ത്യയിലെ സ്പോക്ക് പേഴ്സൺ, ഇന്ത്യൻ എംബസിയിലെ അവരുടെ സ്പോക്ക് പേഴ്സൺ ആണ് ഇങ്ങനത്തെ ഒരു ട്വീറ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീത ചൈനക്കാരുടെ തലമുറകളോളം അവരെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അവര് ഇന്ത്യൻ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് ചിലപ്പോ ഇന്ത്യയുടെ ഭഗവത്ഗീതയും അല്ലെങ്കിൽ നാട്യശാസ്ത്രവും ഒക്കെ യുനെസ്കോയുടെ മെമ്മറിയിൽ ആഡ് ചെയ്തതിലൂടെ അത് ജസ്റ്റ് ഒരു ഫോർമലായിട്ട് അവരിത് പറഞ്ഞതാകാമെന്ന് പലർക്കും തോന്നാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എന്താണ് ഈ യുനെസ്കോയുടെ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് രജിസ്റ്റർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ഈ മെമ്മറിയിൽ അവർ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി യുദ്ധങ്ങൾ ഉണ്ടായാലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും മനുഷ്യ സംസ്കാരവും മനുഷ്യന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇവർ ഈ ഒരു മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാ കാലവും നിലനിൽക്കും അത്രേ. ഇപ്പോൾ നമ്മുടെ വേദങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ അവരിതിനകത്ത് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയതാണ് ഭഗവത്ഗീതയും അതോടൊപ്പം തന്നെ നാട്യശാസ്ത്രവും. അതവിടെ നിൽക്കട്ടെ. ഇത് ചൈനയിൽ സ്വാഭാവികമായിട്ടുണ്ടായ അല്ലെങ്കിൽ ചൈനയുടെ പ്രതിനിധി പെട്ടെന്ന് പറഞ്ഞുപോയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലുള്ള ചൈനീസ് അംബാസിഡർ നേരിട്ട് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചില ട്വീറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പോസ്റ്റ് നോക്കുക. ഡൻ ഹുവാങ് എന്നാണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിന്റെ പേര്. ഡൻ ഹുവാങ് സംസ്കാരത്തിന്റെയും കലാരൂപങ്ങളുടെയും പ്രദർശനം ബീജിംഗിൽ ഇപ്പോൾ നടക്കുകയാണ് അല്ലെങ്കിൽ ലഭ്യമാണ്. 1000 വർഷത്തെ സിൽക്ക് റോഡ് ചരിത്രം രേഖപ്പെടുത്തുന്ന മൊഗാവോ ഗുഹകളുടെ അതിശയിപ്പിക്കുന്ന കലയിലേക്ക് ഒന്ന് നോക്കുക. ഈ കല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ശ്രീ ബുദ്ധനെയാണ്. ശ്രീ ബുദ്ധൻ ആരാണെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ ബുദ്ധിസം എന്ന് പറയുന്നത് ഇന്ത്യൻ മണ്ണിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ രൂപം കൊണ്ട നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ബുദ്ധിസം ചൈനയിലേക്ക് വ്യാപിച്ചതിനെ കുറിച്ചാണ് ഇവിടെ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ പറയുന്നത്. ഒപ്പം അദ്ദേഹം ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വ്യക്തമായും കാണാം, എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കൂടുതലും ഇവിടുന്ന് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ കൾച്ചർ ചൈനയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് കഴിഞ്ഞ 1000 വർഷത്തെ കാര്യമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നേരത്തെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞ എന്താണ്, ഇന്ത്യൻ ഭഗവത്ഗീത തലമുറകളോളം ചൈനക്കാരെ പ്രചോദിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ചൈന പതിയെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചൈനയിൽ ശക്തമായി നിലനിന്നിരുന്ന ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച്, ഇന്നും അവിടെ നിലനിൽക്കുന്ന ഇന്ത്യൻ സ്വാധീനത്തെക്കുറിച്ച്, ബുദ്ധിസത്തെക്കുറിച്ച്, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പ്രതിഫലനങ്ങൾ ഈ ചൈനീസ് മണ്ണിലേക്ക് വ്യാപിച്ചത് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് അഭിമാനത്തോടെ തന്നെ. അതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സാംസ്കാരിക കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ അല്ല, 2000 വർഷം മുമ്പത്തെ ചരിത്രമാണ്. അപ്പോൾ അത്രയും വലിയൊരു ചരിത്രത്തെക്കുറിച്ച് ഇപ്പൊ ചൈന സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് വളരെ കൗതുകമുണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ ചൈന ഇന്ത്യയുമായിട്ട് ഒരു കൾച്ചറൽ ബോണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ സിവിലൈസേഷൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോഴും നമുക്ക് ആ ഒരു ബന്ധം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് എന്നാണ് ചൈന പറയാതെ പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് നോക്കുക. ഏഷ്യ ടു ഡ്രൈവ് കൺസ്യൂമർ ക്ലാസ് ഗ്രോത്ത് ഇൻ 2025 എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗ്ലോബലി തന്നെയുള്ള ഈ കൺസ്യൂമർ ക്ലാസിന്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യയിലാണ് വലിയൊരു ഗ്രോത്ത് വേൾഡിൽ മൊത്തത്തിലുള്ളതായി കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ ഇന്ത്യയും ചൈനയുമാണ് ലീഡ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നത്. 47 മില്യൺ ആണ് ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതെങ്കിൽ ചൈനയിൽ 30 മില്യൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ലോകത്തുള്ള ഒരു കൺസ്യൂമർ ക്ലാസ് ഗ്രോത്ത് എടുത്താൽ ചൈനയും ഇന്ത്യയും അതിന്റെ മേജർ ഷെയർ പങ്കിടുന്നു എന്നുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ആണ്. ഇനി അടുത്തൊരു പട്ടിക നോക്കുക.
അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ്. ഇവിടെ കഴിഞ്ഞ 2013 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്പോർട്ട് ഗ്രോത്ത് രേഖപ്പെടുത്തിയ രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്. 64.8% ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ ഉണ്ടായത്. എന്ന് വെച്ചാൽ 2013 അപേക്ഷിച്ച് ഇന്ത്യ 2022 വലിയ വർധനവാണ് എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ നേടിയിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുകയാണ്. രണ്ടാമത് ചൈനയാണ്, 57.9%. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ പല മടങ്ങ് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ കഴിഞ്ഞ 2013 മുതൽ 22 വരെയുള്ള ഒരു കാലയളവിലുള്ള ഗ്രോത്ത് നോക്കുമ്പോൾ ചൈനയേക്കാൾ കൂടുതൽ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ഗ്രോത്ത് ഇന്ത്യക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ചൈന ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതല്ല. പക്ഷെ ഇപ്പൊ ചൈനീസ് അംബാസിഡർ ഇത് ചെയ്യാൻ കാരണം ഇന്ത്യയുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരം പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പങ്കിട്ടിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് ഇന്ത്യ ആൻഡ് ചൈന ആർ ലീഡിംഗ് ഇൻ സോളാർ പവർ ജനറേഷൻ എന്ന തലക്കെട്ടോട് കൂടിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ സോളാർ പവർ പ്രവർത്തിപ്പിക്കുന്ന ടോപ്പ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതിൽ ചൈന 447 എണ്ണമുള്ള ഒരു രാജ്യമാണ്. സോളാർ പവർ 447 എണ്ണമുണ്ട്. രണ്ടാമത് US 121, മൂന്നാമത് ഇന്ത്യ 72. അപ്പൊ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള ഒരു വളർച്ച സോളാർ പവറിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സോ ഇന്ത്യ ചൈന ആ ഒരു ബോണ്ട്, ഒരു കൾച്ചറൽ ബോണ്ടിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. ഒരു പോസ്റ്റ് കൂടി ഞാനിവിടെ കാണിക്കാം. 2029 ലോകത്തിലെ 10 എക്കണോമികൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ മാസമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൽ US ഒന്നാമത് $35 ട്രില്യൺ, രണ്ടാമത് ചൈന 24 ട്രില്യൺ, മൂന്നാമത് ഇന്ത്യ 6.3 ട്രില്യൺ. ഇവിടെ അദ്ദേഹം കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട്. അതായത് 2029 ആകുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടോട്ടൽ GDP നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ലോകത്തെ 5-1 എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ടോട്ടൽ GDP ആയിരിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കൂട്ടത്തിലെ വേൾഡിലെ സെക്കൻഡ് ആൻഡ് തേർഡ് ലാർജസ്റ്റ് എക്കണോമീസ് ആണ് എന്നുകൂടി അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയും ചൈനയും. സോ ഇവിടെയും ആ ഒരു പുരാതന കാലത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയും ചൈനയുമാണ് വ്യാപാരം എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ട്രേഡിലൊക്കെ മുന്നിട്ട് നിന്നത്. ലോകത്തിൽ ഏറ്റവും ഉയർന്ന GDP ഒരു കാലത്തുണ്ടായിരുന്നത് ഇന്ത്യയിലാണ്, തൊട്ടടുത്ത് രണ്ടാമത് ചൈനയിലാണ്. ഇപ്പൊ ഇന്ത്യ അല്ല ലീഡ് ചെയ്യുന്നത്, ഇപ്പൊ ചൈനയാണ് ലീഡ് ചെയ്യുന്നത്. നമ്മളെക്കാൾ അവർ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷെ അവർക്കറിയാം അവർക്കൊപ്പം എത്താൻ നമുക്ക് കഴിയും, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ചരിത്രം അതാണ് പറയുന്നത്. പണ്ട് നമ്മൾ ലീഡ് ചെയ്തിരുന്നു, തൊട്ടടുത്ത് അവരുണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്ത്. ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇന്ത്യ തുടർച്ചയായിട്ട് ലോകത്തെ ഏറ്റവും ഉയർന്ന GDP ഉണ്ടായിരുന്ന രാജ്യമാണ്. മാത്രമല്ല GDP ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും വേൾഡിൽ ടോട്ടൽ GDP ഷെയർ നമ്മൾ നോക്കിയാൽ 30-40% വരെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു പല കാലത്തും. പിന്നീട് തുടർച്ചയായിട്ട് 25-30% എന്ന നിലയിൽ ഏതാണ്ട് 1500-600 വരെയൊക്കെ നിന്നു. 1800 വരെയും നമ്മൾ ഏതാണ്ട് 20-25% ഇടയിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ആധിപത്യം ഉറപ്പിക്കുന്നത് വരെയും ഇന്ത്യ ആയിരുന്നു വേൾഡിൽ ഏറ്റവും ഉയർന്ന GDP കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു റീജിയൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയും ഉണ്ടായിരുന്നു. ഒരു 5%-10% ഡിഫറൻസിൽ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് വേൾഡിനെ നയിച്ച 2 രാജ്യങ്ങളാണ് അല്ലെങ്കിൽ 2 പ്രദേശങ്ങളാണ് ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത്. സോ അവിടെ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വളരെയധികം സ്വാധീനം നമുക്ക് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും. മാത്രമല്ല അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു പട്ടാളത്തെ പോലും അയച്ചിട്ടല്ല നമ്മുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് നമ്മൾ ചൈനയിൽ ഉണ്ടാക്കിയത്. സമാധാനപൂർണ്ണമായിട്ടായിരുന്നു. അശോകന്റെ കാലത്തടക്കം ബുദ്ധ സന്യാസിമാരുൾപ്പെടെയുള്ളവരും തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഇന്ത്യൻ സന്യാസിമാർ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയവർ, നോർത്തിൽ നിന്ന് പോയവർ, അവരൊക്കെയാണ് ഇന്ത്യൻ കൾച്ചർ ചൈനയിൽ പ്രചരിപ്പിക്കുന്നത്. അത് 2000 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ യുദ്ധം ചെയ്തിട്ടല്ല ചൈനയിലേക്ക് നമ്മുടെ ഒരു സ്വാധീനം ഉണ്ടാക്കിയത്. ഇതെല്ലാം ചൈന ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും ചൈന ഇന്ത്യയുമായിട്ട് വളരെയധികം അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു രാജ്യമല്ല ഇപ്പോഴും ചൈന. പക്ഷേ എന്ന് വെച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അവരുടെ ശ്രമങ്ങളെ തള്ളിക്കളയേണ്ടതുമില്ല. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ വിശ്വാസം ചൈനയ്ക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ചൈനയുടെ പല നേതാക്കളും, അവരുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ചൈനീസ് വിഷയങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ പറയുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അതിലൊക്കെ അവർ പറയുന്നത് ഇന്ത്യ ഒരിക്കലും ചൈനയെ ആക്രമിച്ചിട്ടല്ല ഇന്ത്യൻ കൾച്ചർ ചൈനയിൽ പ്രചരിപ്പിച്ചത്, സമാധാനത്തിന്റെ പാതയിലാണെന്ന്.
ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അങ്ങനെ ഒരു വലിയ യുദ്ധവും പുരാതന കാലത്ത് ഉണ്ടായിട്ടുമില്ല. പക്ഷേ അത് തെറ്റിച്ചതാരാണ്? ചൈനയാണ്. 62-ൽ ഇന്ത്യ ആക്രമിച്ചുകൊണ്ട് അവരുടെ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പുരാതന കാലത്തുണ്ടായിരുന്ന റിലേഷൻ, ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തത് സത്യത്തിൽ ചൈനയാണ്, നമ്മളല്ല. ജവഹർലാൽ നെഹ്റു സത്യത്തിൽ ഭായിയായിട്ട് തന്നെയാണ് കണ്ടത്. കാരണം ചരിത്രം അങ്ങനെ ആയിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭായിയായിട്ട് കാണുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ചൈന അതിനെ തകർത്ത് കളഞ്ഞു, നമ്മുടെ വിശ്വാസത്തിനെ. ഒരു പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് ചൈന ആയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമായിരിക്കാം. അവരുടെ കൾച്ചറിനെയും അവരുടെ ആ ഒരു ചരിത്രത്തെയും ഒക്കെ അവർക്ക് വേണ്ടെന്ന് തോന്നിക്കാണാം. പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന തന്നെ അവരുടെ പുരാതന കാലത്തെയും അവരുടെ ചരിത്രത്തെയും കൾച്ചറിനെയും ഒക്കെ ഇന്ന് തിരികെ കൊണ്ടുവരികയാണ്. അവരതിനെ അംഗീകരിക്കുകയാണ്. സോ സത്യത്തിൽ ഇന്ത്യയുടെ വിശ്വാസം നേടേണ്ടത് ഇനി ചൈനയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരിനി എന്തൊക്കെ തേനും മധുരവുമായിട്ട് വന്നാലും നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം നേടാൻ അവർ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. കാരണം വീണ്ടും സൗഹൃദം നടിച്ചു വന്ന് നാളെ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമോ എന്ന ഒരു സംശയം എപ്പോഴും ഇന്ത്യക്ക് ഉണ്ടാവും. അങ്ങനെ അല്ല എന്നും തങ്ങൾ പുരാതന കാലത്ത് ഇന്ത്യയുമായിട്ട് പുലർത്തിയിരുന്ന ആ ഒരു സൗഹൃദ ബന്ധം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നും തെളിയിക്കേണ്ടതും ആ ഒരു വിശ്വാസം നേടിയെടുക്കേണ്ടതും ഇപ്പോൾ ചൈനയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടായിരിക്കാം ചൈന ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനിടയിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ഇന്ത്യയുടെ നാട്യശാസ്ത്രമൊക്കെ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിന്റെ ഭാഗമായത് ഇന്ത്യക്കാർ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.